ഹലോ വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോട്ട് ദ പോയിന്റ്. അപ്പം നോട്ട് ദ പോയിന്റ് ഈ എപ്പിസോഡിൽ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു സമ്മർ ഡ്രിങ്കുമായിട്ടാണ്. പക്ഷെ ഇതിന്റെ പേര് ഐസ് ടീ. ഐസ് ടീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി സമ്മറിൽ നമ്മൾ കുടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോക്ടെയിൽ അല്ല. പക്ഷെ ഇപ്പം ഞാൻ ഈ സമ്മറിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നല്ല ചൂടാണ്. അപ്പം ഈ ചൂടിൽ നമ്മളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പം അവര് ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിക്കും. പക്ഷെ ഈ ചൂടത്ത് നമ്മൾ വീണ്ടും ഒരു ചൂടുള്ള ഡ്രിങ്ക് കുടിക്കുമ്പം ഞാൻ അവിടെ ഇരുന്ന് വേർക്കും. അവര് ഒരു ചായ അല്ലെങ്കിൽ കോഫി ഓഫർ ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനത് വേണമെന്ന് പറയും. അത് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഞാൻ എടുത്ത് കുടിക്കും. അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്ക് ഐസ് ടീ ആണ്. അപ്പം നമുക്ക് ചൂടത്ത് നല്ല അടിപൊളിയായിട്ട് കൂളായിട്ട് കുടിക്കാം അല്ലേ സൈ ചേട്ടാ? ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ഐസ് ടീ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പീച്ചാണ്. പീച്ച് അതുപോലെ തന്നെ നമുക്ക് സെയിം ലെമൺ ഉപയോഗിക്കാം. നമുക്ക് ഇപ്പൊ ലെമൺ ആണെങ്കിൽ അല്പം ഷുഗർ കുറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ലെമൺ എടുക്കാം. ഇപ്പൊ ആളുകളുടെ ചോദിച്ചിട്ട് ആളുകൾക്ക് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പീച്ച് ഇത് സിറപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും. മോനിന്റെ സിറപ്പ് മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ലെമൺ എല്ലാവർക്കും എല്ലായിടത്തും കിട്ടും. എക്സ്ക്യൂസ് ചെയ്ത് നമുക്ക് ലെമൺ ഐസ് ടീ ഉണ്ടാക്കാം. ഇത് വളരെ നിസ്സാരമാണ്. നമ്മൾ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഇത് ടീ ബാഗ് ആണ്. ഒരു ടീ ബാഗ് എടുക്കുക. ഒരു ടീ ബാഗ് എടുത്തിട്ട് ഇപ്പൊ സ്ട്രോങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 എടുത്തേക്കാം. ജോസിന് സ്പെഷ്യൽ ആയിക്കോട്ടെ. അങ്ങനെ അല്പം ഇത് അല്പം ഹോട്ട് വാട്ടർ ആണ് ഇത്. അപ്പൊ ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ കെറ്റിൽ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം ഇത് ഫ്ലേവറിന് വേണ്ടിട്ട് മാത്രമാണ് അത്. ഓക്കെ, ഇതുണ്ടോ നിസ്സാരമായിട്ട് ഈ ചായ ഇറങ്ങിയതിനകത്ത്. അപ്പൊ ഐസ് ടീ എന്ന് പറയുമ്പോൾ നമ്മള് ചായ കുടിക്കുന്നതിന് പകരം എനിക്ക് എന്തായാലും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചായ വേണം. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 3-4 മണിയാകുമ്പോഴും വീണ്ടും ഒരു ചായ വേണം. പക്ഷെ ആ ചായ നമ്മൾ ചൂടത്ത് കുടിക്കുന്നതിന് പകരം നമ്മൾ മൊത്തത്തിൽ ഒന്ന് കൂളാക്കാനായിട്ട് ഐസ് ടീ. അതന്നെ. ഇനി നമ്മള് ഒരല്പം ഐസും കിട്ടി തിളപ്പിക്കാൻ പറ്റും തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ ചൂട് ചായയിലേക്ക് ഐസ് ഇടുവാണ്. ഐസ് ഇടുക, തിളപ്പിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ പറയും ചായ ചൂടാറുന്നതിന് മുന്ന് കുടിക്കുക, ചീത്തായി പോയിരുന്നു അല്ലേ? ഇത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഐസ് ടീ എന്ന് പറയുന്നത് ഒന്നാമത് ഫുള്ളായിട്ട് ഐസ് വേണം. ഓക്കെ, ഗ്ലാസ്സിലേക്ക് ഐസ് ഇറക്കി വേണം. ചായ ഒഴിക്കുക. ചായ വീണ്ടും ഐസിലേക്ക് തന്നെ വീണ്ടും ഒഴിക്കുന്നു. ആഹാ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മള് ഷുഗറാണ്. ഇത് ഷുഗർ സിറപ്പായിട്ട് നമ്മളിങ്ങനെ അല്പം ഡൈല്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഷുഗർ സിറപ്പ് ഒഴിക്കുക. ഓക്കെ, ഷുഗർ വെള്ളത്തിൽ അലിയിച്ച ആ വെള്ളം. പിന്നെ ഒരു പീച്ച് സിറപ്പ്. ഇതാണ് ഇതിന്റെ ഫ്ലേവർ മാറ്റുന്നത്. ഓക്കെ, പീച്ച് വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. പീച്ച് വേണമെങ്കിൽ പീച്ച് പൊതുവെ ആളുകൾക്ക് ഇഷ്ടമാണ് പീച്ച്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇത്. അതല്ലെങ്കിൽ ലൈം ഒഴിക്കാം. ഓക്കെ, പീച്ച് സിറപ്പ് ഒഴിക്കുക. പിന്നെ ഒരു അല്പം ഒരു 2-3 ഡ്രോപ്പ് ലൈം ഒഴിക്കുവാണെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് ഡ്രിങ്ക് ആയി മാറും. വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ ഫിൽ ചെയ്തേക്കാം. ഓക്കെ, നമുക്കൊരു ലൈം ഒരു ഗാർണിഷ് വയ്ക്കാം. ഐസ് ടീ പീച്ച് ഐസ് ടീ ആണിത്. പീച്ച് ഐസ് ടീ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഈ ചായക്ക് വെള്ളം തിളയ്ക്കാനുള്ള സമയം
അത്രേ വേണ്ടു. ചായക്ക് വെള്ളം അത്രേ സമയം വേണ്ടു. അത്ര സമയം വേണ്ടല്ലോ. കാരണം ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും. സാധാരണ സമയം കൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഭയങ്കര നമുക്ക് ഇപ്പം ഗസ്റ്റ് ഒക്കെ വരുമ്പം ചായ വേണോ അതോ ഐസ് ടീ വേണോ എന്ന് ചോദിച്ചു കഴിയുമ്പം ഐസ് ടീയോ അങ്ങനെ ചോദിക്കുമ്പോ നമ്മളൊരു ഐസ് ടീ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു റോയൽ ലുക്ക്. നമ്മുടെ ഐസ് ടീ ഇവിടെ റെഡിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പറയാം. കാണുമ്പോൾ തന്നെ നല്ലൊരു ഗോൾഡൻ കളർ ഡ്രിങ്ക് ആണത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് പറയാം. ഫാന്റാസ്റ്റിക്. നല്ല കൂളിംഗ് ഇഫക്റ്റ് ആണ് ഇതിന്. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീ എന്ന് പറയുന്ന സംഭവം എപ്പോഴും നമ്മുടെ ശരീരത്തെ തണുപ്പിക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചൂട് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മളുടെ ശരീരം ചൂടാവും. പക്ഷെ ഐസ് ടീ കുടിച്ചു നോക്ക്. ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചു നോക്കിയാൽ നിങ്ങൾ എപ്പോഴും കൂൾ ആയിട്ടിരിക്കും. അപ്പം ഇന്നത്തെ ഈ ഐസ് ടീ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഇന്നത്തെ ഈ സമയത്ത് ഈ ചൂട് ക്ലൈമറ്റിൽ പറ്റിയ ഡ്രിങ്ക് ആണ് അല്ലേ? തീർച്ചയായിട്ടും. അത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ആണ് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിസ്സാരമായിട്ട് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളുടെ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. നമ്മൾ പുറത്തുള്ള ഇതുപോലത്തെ കഫേറ്റീരിയകളിലെല്ലാം ഇങ്ങനത്തെ ഐസ് ടീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്രയും പോപ്പുലർ അല്ല. അല്ലെങ്കിൽ പിന്നെ ഒരു ലെമൺ ഐസ് ടീ ഉണ്ടാക്കാൻ വളരെ നിസ്സാരമല്ലോ. ഒരു ലെമൺ എടുക്കുക, കട്ട് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക, ടീ ബാഗ് ഇടുക, ലെമൺ ഐസ് ടീ അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പം സൈച്ചിട്ട് പറഞ്ഞു കേട്ടില്ലേ, ഇപ്പൊ ഇത്രേ ഉള്ളൂ ഐസ് ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതുപോലത്തെ ഡിഫറെന്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക ഫസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗസ്റ്റിന് ഒന്ന് സെർവ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിഞ്ഞു നോക്കുക. അവരുടെ മുഖത്തുള്ള ഒരു ആകാംക്ഷയും അവരുടെ റിപ്ലൈ എന്താണെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഐസ് ടീ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുക, പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ്സ് ചെയ്യുക. നമ്മൾ ഇനിയും ഒത്തിരി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പം അതെല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ വെയിറ്റ് നോട്ട് ദ പോയിന്റ്.